ിന്റെ ആളുകൾ എടുത്തു പറയുന്ന ഒരു പോയിന്റ് ആണ്. മരം ആവുമ്പോൾ മഴക്കാലമൊക്കെ ആയി കഴിഞ്ഞാൽ അത് ബെൻഡ് ആവുക, അതുപോലെ ഡോർ അടച്ചാൽ അടയില്ല. അതിപ്പോ ചോദിക്കണ്ടേ? അപ്പൊ ഈ ഒരു മർബോക്ക് ആ ഒരു റേറ്റേ വരുന്നു. ഇനിയിപ്പോ പ്ലാവിലേക്ക് വരികയാണെങ്കിലും വീണ്ടും ചെറുതായി ആളുകൾക്ക് ചെതലിന്റെ തന്നെയാണ് വിഷയം. കാരണം ചെതല് ആളുകളെ ചെതലിൽ നിന്ന് നമ്മൾ മാറ്റുക എന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യം. ഇവിടെ ഒരു തുരുമ്പ് പോലെ ഇത് ഈ മരത്തിന്റെ ഉള്ളില് ചില മരങ്ങൾക്കൊക്കെ ഇതിന്റെ ഉള്ളിലുണ്ടാവും. ഇത് വളരെയധികം ശ്രദ്ധിക്കണം. നമുക്ക് ആളുകൾക്ക് വീട്ടിൽ ചെന്ന് അളവെടുത്ത് അവിടെ ആവശ്യമുള്ള കട്ടില, ജനല ഇതൊക്കെ തയ്യാറാക്കി കൊടുക്കുന്നതാണ്. അതിപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും. ഇത് കൊയില ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് പപ്പുവ ഗിനിയന്റെ സാധനമാണ്. നമ്മളിപ്പോ ഈ മർബോ പരിചയപ്പെടുത്തിയത് ഇന്തോനേഷ്യൻ്റെ 9.4 കേട്ടോ. ഇങ്ങനത്തെ ഉണ്ടാക്കുന്ന ഏകദേശം എത്ര രൂപ കാണും ഈ ഒരു മരത്തിൽ? അതിലെ കൈനിമരം ഉപയോഗിച്ച് കട്ടിൽ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ഒന്നാമത്തെ ചോദ്യം. ഹായ് ഫ്രണ്ട്സ്, വീട് പണിക്ക് പണ്ട് കാലം മുതൽക്കേ ഇതുപോലുള്ള നല്ല കിടിലൻ മരത്തടികളാണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഈ അടുത്ത കാലത്തായി മറ്റു പല മെറ്റീരിയലുകളും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ കൂടി വീണ്ടും മരത്തടികളിലേക്ക് ആളുകൾ തിരിച്ചു വരുന്ന ഒരു സമയമാണ്. മരത്തടികൾ ഇങ്ങനെ വന്ന സമയത്ത് നമ്മുടെ സാധാരണക്കാർക്ക് ഒരുപാട് സംശയങ്ങളുണ്ടായി. ഏത് തരം മരം ഉപയോഗിക്കണം, അല്ലെങ്കിൽ മരം എങ്ങനെ വാങ്ങണം, ഏത് രീതിയിൽ സൈസാക്കണം എന്നൊക്കെ സംശയങ്ങളായി. ഇങ്ങനെയുള്ള സംശയങ്ങൾക്കൊക്കെ പരിഹാരമായിട്ടാണ് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ മരത്തടികൾ ക്വാളിറ്റി ഉള്ളത് വാങ്ങി സൈസാക്കി നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ തയ്യാറാക്കി തരുന്നത്. ഇന്നത്തെ ഈ വീഡിയോ ഒരു ഫോളോ അപ്പ് വീഡിയോ ആണ്. മുമ്പ് നമ്മൾ വുഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ സമയത്ത് ഒരുപാട് ആളുകൾ സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ആ സംശയങ്ങൾക്കുള്ള മറുപടി കൂടി ഈ ഒരു വീഡിയോയിൽ നമ്മൾ കൊടുക്കണമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. വീട് പണിയിൽ കട്ടില, വാതിൽ, ജനലുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് മരങ്ങൾ അതിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നും എത്തിയിരിക്കുന്നത് കള്ളിയത്ത് ടിമ്പേഴ്സിലാണ്. കള്ളിയത്ത് ടിമ്പേഴ്സിലെ സംശയയോട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. മരത്തടികളായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ആളുകളുടെ സംശയത്തിന് ഉത്തരം നൽകിയ ആളാണ് നമ്മുടെ കൂടെയുള്ള സംശയിക്കാൻ. ഒരുപാട് ആൾക്കാർ വിളിച്ചോ? ഒരുപാട് ആളുകൾ വിളിച്ചു. ഉറങ്ങാൻ സമയം കിട്ടിയിട്ടില്ല. പിന്നെ കോളുകൾ വന്നു അല്ലേ? നമ്മുടെ ഒരു വീഡിയോന്റെ സ്റ്റൈൽ പറഞ്ഞാൽ ആവശ്യക്കാരിലേക്ക് നേരിട്ട് എത്തിക്കുകയാണ്. തീർച്ചയായിട്ടും അതിന്റെ റിസൾട്ടാണത്. അപ്പൊ നമുക്ക് ഇന്നും കുറെ സംശയങ്ങൾ ആളുകൾ ചോദിച്ചിട്ടുണ്ട്. അത് ചോദിക്കുന്നതിന് മുമ്പ് ഇവിടെ കുറച്ച് അടിപൊളി കട്ടിലകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരും. അപ്പൊ ഇവിടെ നല്ല ഒരു വുഡില് ഇത് ഏത് മരത്തിലാണ് ഇത് ചെയ്തത്? ഇത് കൊയിലാണ്. കൊയില നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തിയ മരത്തിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നമ്മൾ ആ മുമ്പുള്ള വീഡിയോ ഒന്ന് കണ്ടാൽ കൂടുതൽ കാര്യങ്ങൾ അറിയാം. എന്നിരുന്നാലും ഇത് കൊയില, അതിന്റെ സൈസ് എത്രയിലാണ് ചെയ്തത്? ഇത് ചുമര് ഭിത്തി 9.4 ഉണ്ടാക്കിയിട്ടുള്ളത്. 9.4 ഉണ്ടാക്കിയിട്ടുള്ളത്. അന്ന് തന്നെ ആളുകൾക്ക് സംശയം. നമ്മൾ റേറ്റുകൾ പറഞ്ഞപ്പോൾ അത് ക്യൂബിക്കിലാണോ അതോ മീറ്റർ എങ്ങനെയാണെന്ന് നമ്മൾ സാധാരണ രീതിയിൽ മരത്തിന്റെ ക്യൂബിക്കിലാണ് പറയാം. അത് ആളുകൾ ആ രീതിയിൽ മനസ്സിലാക്കുന്നു കരുതി. എന്നിരുന്നാലും റേറ്റ് നമ്മൾ പറയുമ്പോൾ ക്യൂബിക്കിലാണെന്നുള്ള ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ആളുകൾ. തീർച്ചയായും ക്യൂബിക്കിലാ പറയാം. കാരണം ആളുകൾ വരുമ്പോൾ അതിന്റെ വീതിയും ഉയരമൊക്കെ വ്യത്യസ്ത രീതികളായിരിക്കും നമ്മളെ എഞ്ചിനീയർമാർക്ക് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ കുവിയും തന്നെ മാറിപ്പോകും. ഉയരം കൂടുമ്പോൾ അത് കുവി മാറും, ഉയരം കുറയുമ്പോൾ അതിന്റെ കുവി ചെറുതായി പോകും. അപ്പൊ ഒരു കുബിക് റേറ്റ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇതിപ്പോ അന്ന് നമ്മൾ പരിചയപ്പെടുത്തിയ മരമാണ്. ഇപ്പൊ ഏകദേശം എന്നാലും ഈ ആളുകൾക്ക് ഇതുപോലുള്ളൊരു ഡോർ അല്ലെങ്കിൽ കട്ടില, ഇത് നല്ല വീതിയുണ്ട്. ഇതിന്റെ വീതി എങ്ങനെ പറയാ? ഇത് 9.4 കേട്ടോ. ഇങ്ങനത്തെ ഉണ്ടാക്കുന്ന ഏകദേശം എത്ര രൂപ കാണും ഈ ഒരു മരത്തിൽ? ഇതിപ്പോ 120 എടുത്തും 210 ഹൈറ്റും ആണുള്ളത്. ഇങ്ങനത്തെ ഒരു കട്ടില ഉണ്ടാക്കുമ്പോ ഒരു 26 സംതിങ് വരുന്നുണ്ട് കാണണം ഒരു കട്ടില. ഈ ഒരു മരത്തിൽ പ്ലാവാണ്. അപ്പൊ പ്ലാവും ഈ പറഞ്ഞ പോലെ വലിയ ഡോറുകൾക്ക് ഗംഭീരമായിട്ടുള്ള ഒരു എൻട്രൻസ്. ഇതിനോ എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ? നല്ല കൂടുതലും ആളുകൾ ഇപ്പോൾ പ്ലാവും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പക്ഷെ കൊയിലിനെ അപേക്ഷിച്ച് പ്ലാവ് നമ്മൾ നാടൻ മരം ആയതുകൊണ്ട് ചെറിയ ഇതൊക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വരാൻ സാധ്യത ഉണ്ട്. അപ്പൊ പുറത്തു നാടുകളിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ നമ്മൾ എക്സ്പോർട്ട് ക്വാളിറ്റിയിലാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പൊ അതിന് പ്രത്യേക ക്വാളിറ്റി തന്നെയാണ്. അപ്പോൾ അതിമ്പോ ഒരു വരയോ കുറിയോ അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. അതാണ് ഈ പറഞ്ഞ മരത്തിന്റെ ഒക്കെ പ്രത്യേകത കേട്ടോ. എന്നാലും പ്ലാവ് നമ്മുടെ നാട്ടിൽ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. പ്ലാവ് നല്ല ആളുകളൊക്കെ ഇതൊക്കെ നാളെ മറ്റന്നാൾ ഉണ്ടാവില്ല സാധനം. അതെ, ഇതൊക്കെ കൊടുക്കാനുള്ളതാണ്. പിന്നെ ഈ പ്ലാവ് ആവുമ്പോൾ നമുക്ക് കോസ്റ്റ് കുറച്ച് കുറക്കാൻ പറ്റും. നാടൻ മരം ഏകദേശം നമ്മൾ അതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു 22ന്റെ മേലെ
ആ റേഞ്ചിൽ കൊടുക്കാം. ഇതിന്റെ സൈസും നേരത്തെ പറഞ്ഞ പോലെ വലുതാണ്. അതേ സൈസ് തന്നെ, അതേ സൈസ് തന്നെയാണ്. ഇത് വയലറ്റ് അന്ന് നമ്മൾ പറഞ്ഞ മരം വയലറ്റ് പെട്ടെന്ന് മനസ്സിലാക്കി അതെ പരിചയപ്പെടുത്തിയാണ് ഈ മരത്തിന്റെ പ്രത്യേകത. ഇത് അത്രക്ക് വെയിറ്റ് ഉള്ള ഒരു മരമാണ്, ക്വാളിറ്റി ഉള്ള ഒരു മരം തന്നെയാണ്. നമ്മൾ ഈ ഭാഗങ്ങൾക്ക് അത്ര അനുയോജ്യമുള്ള മരമല്ല. അതെ, ഞാൻ എന്നാൾ പറഞ്ഞല്ലോ, ഓർമ്മിച്ചു ഒന്നും കൂടി ഓർമ്മിപ്പിക്കണം. തീരദേശ മേഖലകൾക്ക് അനുയോജ്യമുള്ള മരമാണിത്. അപ്പോൾ പിന്നെ വയലറ്റ്, അതെ അതെ. കൊയില എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ഭാഗത്തും പിന്നെ ഇരുളൊക്കെ എല്ലാ സ്ഥലത്തും വെക്കാം, ഒരു കംപ്ലൈന്റും വരില്ല. ഇത് നേരത്തെ പറഞ്ഞ അതേ മരം തന്നെയാണ്, അതേ കൊയില തന്നെ, അതേ കൊയില് തന്നെയാണ്. പക്ഷെ സൈസിന് മാറ്റമുണ്ട് അല്ലേ? സൈസിന് മാറ്റമുണ്ട്. ഇത് 6.4 ആണ് വരുന്നത്. ഡോറിന്റെ അളവൊക്കെ ഒരേപോലെ അല്ലേ? 90 ആണോ? ഇത് 1.20. ഇത് 1.20 വരുന്നതാണ് കേട്ടോ. ഫ്രണ്ട് ഡോറിന് ഇനിയിപ്പോൾ 6 ഡോർ വെക്കുകയാണെങ്കിൽ ഫ്രണ്ട് ഡോറിന് മിനിമം 1.20 കിട്ടണം. ഇടാഞ്ഞാൽ എന്താ കുഴപ്പം തന്നെ, നമ്മൾ ഡോർ വെക്കുമ്പോൾ ഇത് നേരത്തെ പറഞ്ഞ അതേ മരം തന്നെയാണ്, അതേ കൊയില് തന്നെ, അതേ കൊയില് തന്നെയാണ്. പക്ഷെ സൈസിന് മാറ്റമുണ്ട് അല്ലേ? സൈസിന് മാറ്റമുണ്ട്. ഫ്രണ്ട് ഡോറിന് ഇനിയിപ്പോൾ 6 ഡോർ വെക്കുകയാണെങ്കിൽ ഫ്രണ്ട് ഡോറിന് മിനിമം 1.20 കിട്ടണം. ഇടാഞ്ഞാൽ എന്താ കുഴപ്പം തന്നെ, നമ്മൾ ഡോർ വെക്കുമ്പോൾ അതിന്റെ ഇടുപ്പ് കിട്ടൂല ആ ഡോറിന്. അത് 2 പുളി ആക്കുമ്പോൾ ആ ഡോറിന്റെ ഒരു പുളിയുണ്ട് മെലിഞ്ഞ മാതിരി തോന്നും. ഇതൊരു ഇടുപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ 1.20 കുറയാതെ അതിന്റെ ഇടുപ്പ് കിട്ടൂല ആ ഡോറിന്. അത് 2 പുളി ആക്കുമ്പോൾ ആ ഡോറിന്റെ ഒരു പുളിയുണ്ട് മെലിഞ്ഞ മാതിരി തോന്നും. ഇതൊരു ഇടുപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ 1.20 കുറയാതെ വെക്കണം. അപ്പൊ ഇനി പുതുതായിട്ട് വീട് ഉണ്ടാക്കുന്ന ആളുകളൊക്കെ എൻട്രൻസിന് കല്ലുകളൊക്കെ ഗ്യാപ്പ് വിടുമ്പോ അല്ലെ, അല്ലെങ്കിൽ വെക്കുമ്പോ ഇതുപോലുള്ള വലുത് വെക്കാൻ ശ്രമിക്കുക. കാരണം ഇനിയുള്ള കാലഘട്ടത്തിൽ ആൾക്കാർക്ക് വേണ്ടത് ഒരു വിശാലതയാണ്, ഒരു ഗാംഭീര്യമാണ്. അപ്പൊ അതിന് പറ്റിയ മരങ്ങളാണ് കേട്ടോ. ഇതിന്റെ റേറ്റ് പറയുമ്പോൾ നേരത്തെ അത്ര വരുന്നില്ലല്ലോ, ഈ സൈസിലേക്ക് ഇല്ല, അത് അത്ര വരില്ല. ഇതൊരു 13 ചില്ലാന് അത്ര വരുന്നു. അപ്പൊ ഈ ഒരു മർബോക്ക് ആ ഒരു റേറ്റേ വരുന്നു. ഇനിയിപ്പോ പ്ലാവിലേക്ക് വരികയാണെങ്കിലും വീണ്ടും ചെറുതായി. അപ്പൊ ഇതിന് നാടൻ പ്ലാവ് തന്നെയാണോ അത്? അതെ, പിന്നെ നാടൻ പ്ലാവ് തന്നെയാണ്. ഓക്കെ, ഈ നാടൻ പ്ലാവിന് എത്ര റേറ്റ്? നാടൻ പ്ലാവ് അല്ലാത്ത നമ്മൾ ചെയ്യുന്നില്ല. ഈ വേറൊരു പ്ലാവ് ഉണ്ടായിരുന്നല്ലോ, അയിനിപ്ലാവ് ഉണ്ട്. അയിനിപ്ലാവ് ഇത് അത് പ്ലാവ് രൂപത്തിൽ പെട്ടല്ല, വേറെ തന്നെയാണ് മരം. വേറെ തന്നെ നാടൻ പ്ലാവ് തന്നെ എല്ലാവർക്കും അറിയപ്പെടുന്നത്, പഴയ കാലങ്ങളിൽ തന്നെ അറിയപ്പെടുന്ന മരമാണ്. അതെ, ഈ മരത്തിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാത്ത ഒരു ഭാഗമാണ്. മരത്തിന് സാധാരണ എല്ലാവർക്കും അറിയുന്ന മരങ്ങൾ നമുക്കും അറിയാം, എന്നാലും ഡീറ്റെയിൽ ആയിട്ടുള്ളതുകൊണ്ടാണ് ചോദിക്കുന്നത്. അതുപോലെ നിങ്ങളെ സംശയങ്ങൾ എന്റെ അടുത്തുണ്ട് കേട്ടോ. ഞാൻ പോവാം. അപ്പോ പ്ലാവ് ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു മരം, ഇതേതാണ് മരം? ഇത് കൊയില. ഇതാണ് കൊയില. ഇത് കൊയില ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് പപ്പുവ ഗിനിയന്റെ സാധനമാണ്. നമ്മളിപ്പോ ഈ മർബോ പരിചയപ്പെടുത്തിയത് ഇന്തോനേഷ്യന്റെ ആണ്. സംഗതി ഒക്കെ ഒരേ ഗ്രൂപ്പ് പെട്ട ആളുകൾ തന്നെയാണ്. പക്ഷെ ഇത് കുറച്ചും കൂടി സ്ട്രോങ് ആണ്. റേറ്റ് ലെസ്സും കൂടും. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇത് പിന്നെ ചെതലിന്റെ കാര്യത്തില് 100% ചെതൽ പിടിക്കൂല, അതിന്റെ പ്രത്യേകത. ഇതിന് പിടിക്കൂല. ഇല്ല. പിന്നെ ഇതൊക്കെ ഓയിലുള്ള മരങ്ങളാണ്. ഓയിലുള്ള മരങ്ങളാണ്. അപ്പൊ ഈ ഓയിലുള്ള മരങ്ങൾ ചെതലിനെ പ്രതിരോധിക്കും എന്ന് പറയുന്നത് വെറുതെ പറയുന്ന ഒരു കാര്യമല്ല. സാധാരണ മരങ്ങൾ പറഞ്ഞാൽ വെള്ളമാണ് ഉള്ളിലുണ്ടാവുക, വെള്ളത്തിന്റെ അംശമാണ്. വാട്ടർ കണ്ടന്റ് കൂടും. അപ്പൊ അതിന് സ്വഭാവങ്ങൾ മാറും ചെയ്യും. ഒരുപാട് മോഡലുകൾ ഇതുപോലെ ഉണ്ടാക്കി വെച്ചതുകൊണ്ട് ഞാൻ അതിന്റെ കാര്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചെന്നുള്ളൂ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് ഒരുപാട് ആളുകൾക്ക് സംശയം വന്നാണ്, ഇപ്പോൾ റേറ്റ് എങ്ങനെയാണെന്നൊരു ധാരണ അല്ലാതെ അവർക്ക് വാങ്ങാം. എന്നാലും ഒരുപാട് ആൾക്കാർ വിളിച്ചു ചോദിച്ചു അല്ലേ? ഒരുപാട് ചോദിച്ചു. അപ്പൊ കാരണം ആവശ്യക്കാർ എന്തായാലും വിളിക്കും. ഇവിടെ ഒരുപാട് മരങ്ങൾ ഇന്ന് പുതിയത് ഇറക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അത് ഞങ്ങൾ ഓപ്പണിംഗ് ആണ്. പിന്നെ മന്ത്രിയായിരുന്നു ഉദ്ഘാടനം, വി അബ്ദുറഹ്മാൻ ആയിരുന്നു ഉദ്ഘാടനം ചെയ്തത്. കഴിഞ്ഞ് അതിന്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് എപ്പോഴാണ് നിങ്ങളെ വരവുള്ളത്? അതെ, കറക്റ്റ് ടൈമിലാണ് നമ്മൾ വന്ന് ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത്. കാരണം ആളുകൾ ഇങ്ങനെ സംശയം ചോദിച്ചുകൊണ്ടിരിക്കാം മരത്തിന്റെ കാര്യങ്ങൾ. കാരണം മെറ്റലൊക്കെ നമുക്ക് എവിടെ പോയിട്ട് നമുക്ക് ഒരുപാട് ആളുകളുണ്ട്, നമ്മൾ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. മരത്തിന്റെ കൂടുതൽ അറിയുന്ന ആളുകളെ അടുത്ത് വരണമെന്നാണ്. കാരണം നിങ്ങളെ കുറിച്ച് നമ്മളെ കമന്റിൽ നിങ്ങൾ ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാവില്ല, ഒരുപാട് ആൾക്കാർ നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ തന്നെ വന്നത്. ഇവിടെ ഏതൊക്കെയാ പുതിയ മരങ്ങൾ വന്നിട്ടുള്ളത്? പുതിയ മരം എന്ന് പറഞ്ഞാല് പുതുതായിട്ടുള്ള മരങ്ങളല്ല, പഴയ മരങ്ങൾ തന്നെയാണ്. പക്ഷെ പുതിയ ലോഡുകൾ വന്നത് ഇപ്പൊ കൊയില വന്നിട്ടുണ്ട്, മർബോ വന്നിട്ടുണ്ട്, പിന്നെ വയലറ്റ്. ഇതൊക്കെ വലിയ വയലറ്റിന്റെ പീസുകളാണ്. ഇതൊക്കെ ഇവിടെ ഈ കിടക്കുന്നതൊക്കെ പിന്നെ കൊയില നമുക്ക് കൊടുക്കാനുള്ള പാർട്ടികൾക്ക് കൊടുക്കാനുള്ള സാധനങ്ങളാണ്. ഇതൊക്കെ ഇപ്പൊ നാളായിട്ട് കയറി പോകും. ഇവിടെ ഉള്ളൊക്കെ ഇന്ന് വന്നാലേ അത് ഇവിടെ കാണുള്ളൂ എന്ന് പറഞ്ഞപ്പോ ഞാൻ ഉദ്ഘാടനമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് മാത്രല്ല ആളുകൾ ഇത് കൊണ്ടുപോകും, അത്രയും ഓർഡറുകൾ ഉണ്ട്. അപ്പോ അന്ന് നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞിരുന്നത് നമുക്ക് ആളുകൾക്ക് വീട്ടിൽ ചെന്ന് അളവെടുത്ത് അവിടെ ആവശ്യമുള്ള കട്ടില, ജനല ഇതൊക്കെ തയ്യാറാക്കി കൊടുക്കുന്നതാണ്. അതിപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ഞാൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അത് കാരണം നമുക്ക്
ഇതിൽ ഇപ്പോൾ ഈ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്താൽ തന്നെ ഞാൻ തൃശ്ശൂർ പോയിരുന്നു, പിന്നെ കോഴിക്കോട് പോയിരുന്നു, കൊല്ലത്ത് പോയിരുന്നു, ഇവിടെയൊക്കെ പോയിട്ട് അളവ് നമ്മളെടുത്ത് പിന്നെ ചെയ്തു കൊടുക്കുന്നത്. ഇപ്പോൾ 25-ാം തീയതി സപ്ലൈ ചെയ്യാൻ പോകുന്നത് ഈ ഓർഡർ എടുത്തതൊക്കെ. അതായത് ആളുകൾക്ക് നല്ല സർവീസ് ആണ് എപ്പോഴും വേണ്ടത്. കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു തരിക, കറക്റ്റ് ചെയ്തു കൊടുക്കുക, വെറുതെ പറച്ചിലും ആവരുത്, പ്രവർത്തനം വേണം. നമ്മളെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ നമ്മളെ വ്യൂവേഴ്സ് കഴിഞ്ഞ വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിരുന്നു. അതിൽ കുറേ സംശയങ്ങൾ നമുക്ക് അറിയുന്നൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. എന്നാലും ഒരു എക്സ്പേർട്ടിൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ എഴുതി തന്നെ പോന്നിട്ടുണ്ട്. കാരണം നിങ്ങൾ ആളെ കിട്ടുമ്പോഴല്ല നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അതിലേ കൈനിമരം ഉപയോഗിച്ച് കട്ടിലുണ്ടാക്കാൻ പറ്റുമെന്നാണ് ഒന്നാമത്തെ ചോദ്യം. കൈനിമരം ഉപയോഗിച്ച് കട്ടിലുണ്ടാക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതൊന്നും അത്ര ലാസ്റ്റ് ചെയ്യുന്ന മരങ്ങളല്ല കൈനി. പിന്നെ ഈ കൈനി എടുക്കുമ്പോൾ ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈർന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് അട്ടിയിടുമ്പോൾ ഓരോ പീസ് വെക്കുമ്പോഴും അതിൻ്റെ ഒന്ന് ഉണങ്ങാൻ വേണ്ടി നമ്മൾ അട്ടിയിടുമല്ലോ, അപ്പോൾ ഓരോ പീസ് വെക്കുമ്പോഴും അതിൻ്റെ ഇടയിൽ ഒരു എയർ ഇട്ട് കൊടുക്കണം. അല്ലാഞ്ഞാൽ ഇത് പറ്റിക്കഴിഞ്ഞാൽ ഇതാണ്ട് ഒരു ഒട്ടലുണ്ട് ഇതിന്. അത് ഒട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ഒരു 8-10 ദിവസം കൊണ്ട് തുരുമ്പ പോയി അവിടെ, പിന്നെ അതിനെ ഒന്നിനും പറ്റില്ല ആ സാധനം. അപ്പോൾ കൈനിക്ക് അങ്ങനെ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തത് കരുവാമരം, കരുവാകയായിരിക്കും അല്ലേ? കരുവാകാമരം നല്ലതാണോ? കരിവാക കുഴപ്പമില്ല, നല്ല മരം തന്നെ. പക്ഷെ അത് പുളി വർക്കിനാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഫർണിച്ചർ, നമ്മൾ ഈ ഡോറിന്റെ അതുപോലെ ജനലിന്റെ പാളികള്, അതിനൊക്കെയാണ് അത് ഉപയോഗിക്കാൻ നല്ലത്. കാരണം അത് ചെതൽ പിടിക്കണ മരമാണ്. ഫസ്റ്റ് ഫ്ലോറിൽ ഉപയോഗിക്കുന്നതിന് ഒരു കുഴപ്പമില്ല, കാരണം ഫസ്റ്റ് ഫ്ലോർക്ക് ചെതൽ ഒരിക്കലും എത്തൂല. അതായത് ചെതൽ എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ചെതൽ എവിടെ വരിക, മണ്ണ് വെച്ച് ടച്ച് ചെയ്യുമ്പോഴാണ് ചെതൽ വരുന്നത്. അതെ, നമ്മൾക്ക് ചെതലിന്റെ തന്നെയാണ് വിഷയം. കാരണം ചെതല് ആളുകളെ ചെതലിൽ നിന്ന് നമ്മൾ മാറ്റുക എന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യം. മരത്തിൽ നിൽക്കും വേണം, മരത്തും വെക്കണം, ചെതലിൽ നിന്ന് മാറ്റാം. അപ്പൊ നല്ല മരങ്ങളിലേക്ക് ചെതൽ പിടിക്കാത്ത മരങ്ങളിലേക്ക് ആളുകളെ കൊണ്ടുവരിക. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുള്ള സ്ഥാപനങ്ങൾ അതാണ് ചെയ്യുന്നത്. ഇമ്പോർട്ടഡ് വുഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു ക്വാളിറ്റിയിൽ വരുന്നതാണ്. ഇപ്പം നമുക്ക് സംശയങ്ങൾ ഇനിയുണ്ട്. ഇരുൾ കട്ടില വാതിൽ എത്ര റേറ്റ് വരും? അതായത് റേറ്റിന്റെ കാര്യം കുറച്ച് നമ്മൾ പറഞ്ഞിരുന്നു, എന്നാലും മൊത്തത്തിൽ വരുമ്പോൾ അതായത് വാതിലൊക്കെ വരുമ്പോൾ നമ്മൾ എത്ര കാണും? കട്ടിലിന്റെ കാര്യമാണ് സംശയം ചോദിച്ചത്. കട്ടിലാണെങ്കിൽ നമുക്കൊരു ഇരുളിന്റെ കട്ടിലുണ്ടെങ്കിൽ 6 രൂപന്റെ മേലെ പോകുന്നുണ്ട് ഒരു കട്ടിലേക്ക്. ബെഡ്റൂം കട്ടിലേക്ക് വരുമ്പോൾ 6 രൂപ, 6,500 മേലെ പോകുന്നു. ഇപ്പൊ കണക്കൂട്ടാ കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല, എന്നാലും 6,500 മേലെ പോകുന്നുണ്ട് ഒരു കട്ടിലിന് മൊത്തം റേറ്റ് ആട്ടോ പറയുന്നത്. ഇനി സംശയം വേണ്ട, സ്ക്വയർ ഫീറ്റ് ആണ്. ഓക്കെ, ഇനി പാൽക്കൈനി അത് നല്ല മരമാണോ? ഞാൻ പാൽക്കൈനി കേട്ടില്ല, കൈനി കേട്ടിട്ടുണ്ട്. പാൽക്കൈനി ഒരു വെളുത്ത നാരായണ. ഈ കൈനിനെ അപേക്ഷിച്ച് പാൽക്കൈനി, പിന്നെ കൈനിമ ഒരു ഡോട്ട് ഉണ്ടാവും, അതിന്റെ ഒരു മുള്ളു വരുന്ന ഡോട്ട് വരും. പാൽക്കൈനി കൈ വരില്ല. പാൽക്കൈനി നല്ല വൃത്തിയായിരിക്കും കാണാൻ. പാൽക്കൈനി കൂടുതൽ അതൊക്കെ ഈ പൊളിക്കല്ലാതെ ഉപയോഗിക്കാൻ, അതും തന്നെ പൊളിക്ക് ഉപയോഗിക്കുമ്പോൾ നല്ല ഉണങ്ങിയതിൻ്റെ ശേഷം അല്ലാതെ പൊളിക്ക് ഉപയോഗിക്കരുത്. അല്ലാഞ്ഞാൽ അത് പിന്നെ ഇങ്ങോട്ട് ഉണങ്ങുമ്പോൾ ബടവ് വരും, അല്ലെങ്കിൽ ഒരു പിരിച്ചിൽ വരും, നെളിച്ചിൽ, അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങൾ. ലോ കോസ്റ്റ് മരങ്ങളല്ലേ, അങ്ങനെ ഉണ്ടാവും. നമ്മുടെ നാട്ടിലത്തെ മരങ്ങളാണ്. ഇനിയിപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടെ നോട്ട് ചെയ്ത്, അത് പ്രധാനപ്പെട്ടാണ്. മഴക്കാലത്തൊക്കെ എല്ലാവരും കുറ്റം പറഞ്ഞു, ഈ ഇരുമ്പിൻ്റെ ആളുകൾ എടുത്തു പറയുന്ന ഒരു പോയിന്റാണ്, മരം ആകുമ്പോൾ മഴക്കാലമൊക്കെ ആയി കഴിഞ്ഞാൽ അത് ബെൻഡാവുക, അതുപോലെ ഡോർ അടച്ചാൽ അടയില്ല. അതിപ്പോൾ ചോദിക്കണ്ടേ? അതൊന്ന് പറഞ്ഞു. പിന്നെ ബെൻഡാവില്ലത് മഴക്കാലത്ത് ഈ പിന്നെ ഒരു 3-4 വർഷം നമ്മൾ പുതിയ വീടുണ്ടാക്കുമ്പോൾ 3-4 വർഷം വരെ അതിന് ഒരു പിന്നെ ചെറിയ വെള്ളത്തിൻ്റെ, ഞാൻ പറഞ്ഞില്ല, ഈ വെള്ളം അതിന് കുറച്ച് കഴിയുമ്പോൾ അത് പോവും. ഇപ്പോൾ പിന്നെ ഓയിലാണ് അതിൽ നിൽക്കുക. അപ്പോൾ ആ വെള്ളം പോകുന്നത് വരെ അതിനൊരു ചീർപ്പുണ്ടാവും. പിന്നെ അതിന് ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞാൽ, ശരിക്ക് നല്ല ആശാരിമാർ ഇപ്പോൾ ഈ നമ്മൾ ഈ പിന്നെ വില കുറഞ്ഞിട്ട് എന്താണ് വില ഇങ്ങനെ കൊട്ടേഷൻ ചോദിച്ച് നടന്ന്, പിന്നെ അത് എത്രയും പരമാവധി പിന്നെ വില കുറച്ച് കിട്ടാൻ പറ്റുന്നത് ആ രീതിയിൽ നിന്ന് വാങ്ങുമ്പോൾ, നമ്മളൊരു പണിയെടുക്കുമ്പോൾ ഓനക്ക് വൈകുന്നേരം ആകുമ്പോൾ കൂലി വെക്കണല്ലോ, അപ്പോൾ ഓനെ അടിച്ചു പൊളിച്ച് പണിയെടുത്ത് പോകും. ഇത് ശരിക്കും അതിൻ്റെ എല്ലാ ചുറ്റുഭാഗത്തും ഒരു അരനൂലിൻ്റെ മേലെ ഗ്യാപ്പ് ഇടണം. അതൊരു പ്രധാന കാര്യമാണ്. അരനൂലിൻ്റെ മേലെ ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന ഒരു പ്രശ്നവും പിന്നെ ഉണ്ടാവില്ല. എക്സ്പെർട്ട് ആശാരിമാർക്ക് ഇത് അറിയാം, ശ്രദ്ധിക്കാതെ പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അതെ. അപ്പം ഞാൻ ഒന്നും കൂടി പ്രത്യേകം പറയാം, നമ്മൾ ഈ കൊട്ടേഷൻ ഇട്ടും കൊണ്ട് വില കുറഞ്ഞതിലേക്ക് അവിടെ എനിക്ക് ഫിറ്റ് ചെയ്യാൻ 400 രൂപയ്ക്ക് ഫിറ്റ് ചെയ്തെന്നല്ലോ എന്നുള്ളതൊക്കെ പറയുമ്പോൾ ആ 400 രൂപൻ്റെ ഫിറ്റിങ്ങിൻ്റെ ക്വാളിറ്റി അത്രേ ഉണ്ടാവുള്ളൂ. അത് മനസ്സിലാക്കിയാൽ മതി.
എന്നാലും ഇതുപോലുള്ള മരങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഇപ്പോൾ ഇമ്പോർട്ടഡ് വുഡാണ്, ചിലപ്പോൾ സാധാരണക്കാർക്ക് അറിയില്ല അത് ഏതാണ് മരം. ഇതൊക്കെ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ഇത് സാധാരണ വീട്ടിലെ ഒരു മരം, ഇപ്പോൾ തേക്കാണെങ്കിൽ തന്നെ നമ്മൾ ഈർന്ന് കൊണ്ട് ഇടുമ്പോൾ തന്നെ അത് അതുപോലെ ഇടരുത്, ബെൻഡാവും. അത് ഇടണമെങ്കിൽ അതിന്റെ താഴെ നമ്മൾ ഒരേ സൈസിലുള്ള വെച്ചിട്ട് കാറ്റ് സർക്കുലേഷൻ വരുന്നത്. അതാണ് അതിന്റെ തിയറി അല്ലേ? ഓക്കെ. അപ്പോൾ ഇവിടെ അതൊന്നും ഞാൻ കാണുന്നില്ല, എന്താണ് അതുകൊണ്ട്? അതൊരു ചോദ്യം തന്നെയാണ്. ചോദ്യം അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ഈ മരങ്ങളൊക്കെ ഇപ്പൊ ഈ കിടക്കുന്ന മരങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് മരങ്ങളാണ്, പിന്നെ എക്സ്പോർട്ട് ചെയ്ത് വരുന്ന മരങ്ങളാണ്. അപ്പോൾ പിന്നെ ഇത് വെട്ടിയിട്ട് എൻ്റെ നോട്ടത്തിൽ ഇപ്പം ഞാനിപ്പോൾ പല നാടുകളിലും പോയി കൊണ്ടുവരുന്നതാണ്. വെട്ടി ഒരു 1.5 കൊല്ലം 2 കൊല്ലം കഴിഞ്ഞതിൻ്റെ ശേഷം മാത്രമേ ഇത് ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് ലേലം വിളിച്ചെടുക്കാൻ സാധിക്കുള്ളൂ. അത്രയും ദിവസം ഇട്ട് പിന്നെ അവിടുന്ന് നമ്മൾ പിന്നെ അതിൻ്റെ പ്രോസസ്സിങ് കൊണ്ടുപോയി അത് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നീടും 2-3 മാസം നല്ല ചൂടത്ത് കിടക്കണത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കണ്ടെയ്നർ കയറ്റി 2 മാസത്തുള്ള, ചിലപ്പോൾ 2 മാസത്തിൽ കൂടുതൽ ഷിപ്പിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. അങ്ങനെയൊക്കെ കിടന്നിട്ട് എത്തുന്ന മരമാണിത്. ഇതിമണിഞ്ഞ് ഒന്നും വരാൻ പോകുന്നില്ല, എങ്ങനെ കിട്ടാലും അതിമ ഒന്നും വരാൻ പോകുന്നില്ല. അതാണ് അതിന്റെ പിന്നിലുള്ള രഹസ്യം കേട്ടോ. ഇനി ആ സംശയം എല്ലാവർക്കും വേണ്ടി ഞാൻ ചോദിച്ചോളൂ. ഇനിയിപ്പോ ഇത് വാങ്ങാൻ പോകുന്ന ആളുകൾക്ക് ഇപ്പോൾ ഇതിൽ കുറെ മരങ്ങൾ പറഞ്ഞു, സംശയങ്ങൾ ഉണ്ടാവും. ഏത് മരം വാങ്ങണം, ഏത് വാങ്ങണ്ട എന്നുള്ളതൊന്ന് പറയാൻ പറ്റുമോ? ഇന്ത്യയിൽ നിന്ന് വരുന്ന മരങ്ങളിൽ പെട്ടതാണ് ഇത്. ഇതെന്താ പറഞ്ഞാൽ പിന്നെ ആര്യവേപ്പ് എന്ന് പറഞ്ഞ മരമാണ്. ഈ ആര്യവേപ്പിന് ചെറിയ ക്രാക്കുള്ളൊരു മരമാണിത്. അത് ക്രാക്ക് പ്രശ്നമല്ല ഇതിന്, അത് കംപ്ലൈൻ്റ് അല്ല. പിന്നെ ഇതിന് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുണ്ടെങ്കിൽ ഇവിടെ ഒരു തുരുമ്പ് പോലെ ഇത് ഈ മരത്തിൻ്റെ ഉള്ളിൽ ചില മരങ്ങൾക്കൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ടാവും. ഇത് വളരെയധികം ശ്രദ്ധിക്കണം. ഇത് നമ്മൾ പ്ലെയിൻ ചെയ്താലോ അല്ലെങ്കിൽ അത് കാണുന്ന സംഗതിയാണ്. ഇത് ഉണ്ടാക്കുമ്പോൾ നല്ല ശ്രദ്ധിച്ചിട്ട് ഉണ്ടാക്കണം. അപ്പൊ ഇത് ഉള്ളിലാണെങ്കിൽ കാണാനും പറ്റില്ല, കാണാൻ പറ്റില്ല. പ്ലെയിൻ ചെയ്യുമ്പോൾ ചില ഭാഗങ്ങളൊരു റൗണ്ട് കാണാം. റൗണ്ട് ഇത് തുരുമ്പ് വന്ന് അത് പുറത്തേക്ക് തള്ളിക്കുന്നുണ്ടോ, അങ്ങനെ അതിനാണ് മനസ്സിലാക്കല്. നമ്മളെന്താ ചെയ്യാന്നല്ല, അങ്ങനെ റൗണ്ട് കണ്ടാൽ അത് കട്ട് ചെയ്തിട്ട് കഴിഞ്ഞ് നമ്മൾ ചെറു പീസിലേക്ക് എടുക്കും. അപ്പോൾ ആ ഭാഗം ഒഴിവാകും. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. മരത്തിനെ കുറിച്ച് ആളുകൾക്ക് സംശയം ഇനിയും തീരില്ല. നമുക്ക് ഇനിയും സംശയമുള്ള ആൾക്കാർ വീണ്ടും കമന്റ് ചെയ്യാം. ഇനിയൊരു അവസരത്തിൽ നമുക്ക് അത് ക്ലിയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ക്ലിയർ ചെയ്യാം. ഇനി വരണോ? കാരണം ഇതുപോലുള്ള ആൾക്കാരെ നമുക്ക് വീണ്ടും വീണ്ടും കാണേണ്ടി വരും. സ്ഥാപനം ഇപ്പോൾ ഓപ്പൺ ആയി, ഇന്ന് മുതൽ സർവീസ് ആരംഭിച്ചു അല്ലേ? ഇന്ന് 10 മണിക്ക് മുതൽ. ഒരു അത്യാവശ്യം നല്ല സൗകര്യത്തോട് കൂടിയിട്ട് തന്നെ നമുക്ക് ചെയ്യാം. ഉദ്ഘാടനം കഴിഞ്ഞതാണ്, അതിൻ്റെ ഒരു ഓഫീസാണ് ഇപ്പോൾ. അപ്പൊ ഇവിടെ കുറെ ആൾക്കാരുണ്ടല്ലോ. ഞങ്ങള് 3 പേരും കൂടിയാണിത്. ഇതിന്റെ എളാപ്പേണ്, അത് നമ്മളെ പിന്നെ മുത്താപ്പേണ്. ഞങ്ങള് 3 കള്ളിയത്തേരാണ് ഇതിന്റെ സ്ഥാപനത്തിന്റെ ഉടമകൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവരോട് 3 ആളോട് നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ചോദിച്ചാൽ. നമ്മളിപ്പോ ഉള്ളത് ഇതിന്റെ 3ാമത്തെ ബ്രാഞ്ച് അല്ലേ? ഈ ഒരു ബ്രാഞ്ച് എവിടെയാണിത്? ഇത് വാരണാക്കര തുവക്കാട് അടുത്ത്. തുവക്കാട്ടിൽ നിന്ന് കേവലം ഒരു 400 മീറ്റർ കഴിഞ്ഞാൽ വാരണാക്കര എന്ന് പറഞ്ഞാൽ വാരണാക്കര ഫസ്റ്റ് പോയിന്റ് ആണ് ഇതില്. പിന്നെ വാരണാക്കരയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ അത്യാവശ്യം കളക്ഷൻ ഉണ്ട് അല്ലേ? തീർച്ചയായിട്ടും. സ്ക്വയർ ഫീറ്റിലുണ്ട് ഇത്? 7000 സ്ക്വയർ ഫീറ്റ് മൊത്തത്തിലുണ്ട്. അതിൽ നിർമ്മാണം ഒക്കെ നമ്മൾ ഇവിടെ തന്നെ വെച്ച് ഒരു സ്ഥലത്ത് തന്നെ ഇവിടെ തന്നെ ഫാക്ടറി ഉണ്ട് അല്ലേ? ഇപ്പൊ നമ്മളിവിടെ കാണുന്നുണ്ട്, നല്ലൊരു കളക്ഷൻ കാണുന്നുണ്ട്, ഒരുപാട് മരങ്ങളുണ്ട്. അത് മാത്രമല്ല അപ്പുറത്ത് ഇതിന്റെ ഫാക്ടറിയാണ്. ഈ ഒരു സ്ഥാപനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന കുഞ്ഞുമാനുക്ക, മാനുക്ക, അതുപോലെ സംശുക്കയാണ് ഇവിടെ ഉള്ളത്. ഇവരാണ് ഈ ഒരു സ്ഥാപനത്തിൽ ഇതുപോലെ മരത്തടികൾ അല്ലേ പണ്ട് മുതൽക്കേ ഉള്ള അതേ ഒരു ക്വാളിറ്റിയോട് കൂടി ഇപ്പോൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പിന്നിലുള്ള രഹസ്യം നമുക്കൊന്ന് അവരോട് തന്നെ ചോദിച്ചു നോക്കാം. അപ്പോൾ ഇത്ര വർഷമായിട്ട് ഇങ്ങനെ പോവുകയാണ്. എത്ര വർഷമായി തുടങ്ങിയിട്ട്? 15 വർഷത്തോളമായി. അപ്പോൾ ഈ ഒരു മേഖലയിലുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ ആളുകൾ മരത്തടികൾ ഉപയോഗിക്കുന്നത് കുറച്ച് കുറഞ്ഞിരുന്നു, ഇപ്പോൾ രണ്ടാമത് വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ആളുകൾ വീണ്ടും വരുന്നത്? മരത്തിന് വരാനുള്ള കാരണം മരം ഈ ഇരുട്, തേക്ക്, പ്ലാവ് എന്ന് പറഞ്ഞാൽ നമ്മളെ പൂർവികർ തന്നെ 100 വർഷങ്ങൾ മുമ്പിലുള്ള പൂർവികർ തന്നെ ഇഷ്ടപ്പെടുകയും ആ മരത്തിൻ്റെ ലാസ്റ്റിങ് മനസ്സിലാക്കിയതിൻ്റെ പേരിലാണ്. കാരണം ചെതിര് പിടിക്കാത്ത മരങ്ങളാണ്, ചെതിരിന് എതിരുള്ള കെമിക്കലാണ്, അതായത് ഓയിൽ കണ്ടൻ്റാണ് ഇരുളിലും തേക്കിലും ഈ പ്ലാവിലുള്ളത്. അതിൻ്റെ പേരിലാണ് ജനങ്ങളത് മനസ്സിലാക്കിയതിൻ്റെ പേരിലും പിന്നെ ആ പറയുന്ന മരം തന്നെ കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുമുണ്ട്. അതിന് പിന്നിൽ വലിയ വലിയ കമ്പനികൾ, കേരളത്തിലുള്ള ഇൽബുട്ടുമായുള്ള കമ്പനികൾ ഞങ്ങൾക്ക് സാധനം തന്നതുകൊണ്ടും വിശ്വസ്തയോടുകൂടി പാർട്ടി കൊടുക്കാൻ പറ്റിയതുകൊണ്ടുമാണ് ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും
ഇത് മുന്നോട്ട് വരാൻ സാധിച്ചത് മൂന്നാമത് സ്ഥാപനം പറ്റി. ഈ ഒരു സ്ഥാപനത്തിൽ ഒരുപാട് തരം വുഡുകളുണ്ട്, നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തിയതാണ്. എന്നിരുന്നാലും ഈ ഒരു ഭാഗത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഏത് മരമാണ് ഉപയോഗിക്കുന്നത്? അതായത് തുടക്കം പറയുകയാണെങ്കിൽ പ്രകൃതി രമണീയമായിട്ടുള്ള ഏത് കാലാവസ്ഥക്കും യോജിച്ചിട്ടുള്ള ഒരു വീട്ടു ഉപകരണം എന്ന് പറഞ്ഞാൽ അന്നും ഇന്നും എന്നേക്കും പറ്റിയത് മരം തന്നെയാണ്. അതെ അതെ, അതാണ് അതിൻ്റെ കാതലായ പ്രശ്നം. അതിന് ഇടയ്ക്ക് വെച്ച് ഈ ഇരുമ്പ്, സ്റ്റീല്, പ്ലാസ്റ്റിക്കൊക്കെ പല വിധത്തിൽ ഈ മരത്തിനെ അവഗണിച്ച് ഒന്ന് മുന്നോട്ട് വരാമെന്ന് ചിന്തിച്ചു നോക്കി. പക്ഷെ അതൊക്കെ പരാജയത്തിലേക്ക് കൂത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കള്ളിയത്ത് ടിമ്പേഴ്സിൻ്റെ ഈ ഒരു മൂന്നാമത്തെ സ്ഥാപനമാണ്. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ എവിടെയൊക്കെ നിങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട്? നമുക്ക് കേരളത്തിൽ പിന്നെ കണ്ണൂർ മുതൽ ഇപ്പോൾ ഉള്ളത് കൊല്ലം വരെ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. കൊല്ലത്തു നിന്ന് അപ്പുറം തിരുവനന്തപുരം വരെ നമുക്ക് അന്വേഷണങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് സപ്ലൈ ഇതുവരെ ചെയ്തിട്ടില്ല. കൊല്ലം വരെ നമ്മൾ സപ്ലൈ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല തിരക്കാണ്, ഇപ്പോൾ നല്ല തിരക്കിലാണ് ഉള്ളത്. അപ്പോൾ ആൾ കേരള ഈ ഒരു പ്രൊഡക്റ്റ് ലഭ്യമാണ്. ആവശ്യമുള്ള ആളുകൾ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്തിട്ട് ഇനിയും ബന്ധപ്പെടുക. തീർച്ചയായിട്ടും. പിന്നെ അത് മാത്രമല്ല സംശയമുള്ള ആൾക്കാർക്ക് നിങ്ങൾ വിളിക്കാമല്ലോ. തീർച്ചയായിട്ടും എന്നെ ബന്ധപ്പെട്ടാൽ ഏത് സമയത്ത് എന്നെ ബന്ധപ്പെട്ടാൽ എത്രത്തോളം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നു അതൊക്കെ ഞാൻ കസ്റ്റമൈസ് ചെയ്തു കൊടുക്കും. അതെ, ഒരുപാട് ആൾക്കാർക്ക് ഈ മരം എന്നാവുമ്പോൾ കുറേ സംശയങ്ങളാണ് ആദ്യം മുന്നിലേക്ക് വരിക. അപ്പോൾ അതിനുള്ള ഒരു ഉത്തരം കൂടിയാണ് സംശുക. അപ്പോൾ വളരെയധികം നന്ദി ഈ കാര്യങ്ങളെല്ലാം.